പിണറായി സർക്കാരിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൽ വലിയ രീതിയിൽ ജനകീയമായി മുന്നേറാൻ ശൈലജ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ. ഇപ്പോൾ രണ്ടാം സർക്കാർ നാം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മോശം മന്ത്രിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ഒന്നാം സ്ഥാനം വീണ ജോർജായി മാറിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? വീണ ജോർജിനെ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകർ. ഒരു രാഷ്ട്രീയ പാരമ്പര്യം വീണ ജോർജിനുണ്ടോ? ഇല്ല. ഇനി ജനപ്രതിനിധിയായിട്ട് ഒന്നാം പിണറായി സർക്കാരിൽ 5 വർഷം ഉണ്ടായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ വന്നപ്പോൾ പെട്ടെന്ന് മന്ത്രിയുമായി. അതായത് അവിചാരിതമായ ഒരു സ്ഥാനലബ്ധിയാണ് എന്ന് നമുക്ക് തോന്നും, പക്ഷെ അതങ്ങനെയല്ല. ഈ ഒന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്ന പല മന്ത്രിമാരും രണ്ടാം പിണറായി സർക്കാരിൽ ഇല്ല, അവരൊന്നും മത്സരിച്ചുമില്ല. ഉദാഹരണത്തിന് തോമസ് ഐസക്, ജി സുധാകരൻ, അങ്ങനെ പലരും, അല്ലേ? ഈ ജി സുധാകരനെല്ലാം മികച്ച മന്ത്രിയായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ ഒരു മാനദണ്ഡമായിരുന്നില്ല. കാരണം അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ മാത്രമേ മരുമകനെ കൊണ്ടുവന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ. അവർ വലിയ കുഴപ്പമൊന്നും കൂടാതെ വലിയ മികച്ച പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ സാധിച്ചില്ലെങ്കിലും മാന്യമായിട്ട് അത് കൊണ്ടുപോയി. ചില ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. ആ കോവിഡ് വന്ന കാലത്ത് പിന്നെ ഈ കോവിഡ് കിറ്റ് വാങ്ങിയതിൽ ചില അഴിമതിയൊക്കെ നടന്നു. അത് സർക്കാരിനെ മൊത്തത്തിൽ ബാധിച്ചതാണ്. ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ വന്ന് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ പൊതുവേ അവരുടെ ഭരണകാലം വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ആരോഗ്യവകുപ്പിനെ വലിയ പ്രശ്നങ്ങൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി. നമുക്കറിയാം, ആരോഗ്യരംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് വലിയ കുഴപ്പം കൂടാതെ അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ എന്തുകൊണ്ട്? മാത്രമല്ല, അന്ന് കെ ശൈലജ ഭാവി മുഖ്യമന്ത്രി എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ടു. അവർക്ക് മനോരമ ഒരു വലിയ അവാർഡൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. ആ അവാർഡ് അവർ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ശരിക്കും അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിൻഗാമി ആര് എന്നുള്ള ചോദ്യത്തിന് കെ ശൈലജ എന്നൊരു ഘട്ടത്തിൽ അവരുടെ പേര് ഉയർന്നു വന്നു. ആ സാഹചര്യത്തിൽ നിന്നാണ് 2021 എത്തിയപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് അവരാണ്. എന്നിട്ടും ആ കെ ശൈലജ വെറും ഒരു MLA ആയി ഒതുക്കപ്പെട്ടു. പകരം അപ്രസക്തയായി വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ലാതെ ഈ ഭരണപക്ഷ ബെഞ്ചിൽ ഒരു MLA ആയിട്ട് ഒതുങ്ങിയിരുന്ന വീണ ജോർജ് മന്ത്രിയായിട്ട് മുഖ്യധാരയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടത്. എന്തുകൊണ്ട് വീണ മുഖ്യമന്ത്രിയായി, ആരോഗ്യമന്ത്രിയായി എങ്ങനെ വീണ ആ സ്ഥാനത്തേക്ക് എത്തി? അത് വളരെ ലളിതമാണ്. വീണ കടന്നു വന്നത് പാർട്ടി പാരമ്പര്യം കൊണ്ടൊന്നുമല്ല. വീണയ്ക്ക് SFIയിലൂടെ വന്ന് DYFIയിലൂടെ വളർന്ന് ഇപ്പോൾ PP ദിവ്യയെ പോലെയോ ചിന്താ ജെറോമിനെ പോലെയോ ഒന്നുമുള്ള ഒരു പഴയ നമ്മുടെ CPM വിട്ടുപോയ സിന്ധു ജോയിയെ പോലെ ഒന്നും ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ടേ പ്രവർത്തിച്ച പാരമ്പര്യമൊന്നും പറയാൻ വീണയ്ക്കുള്ളതായിട്ട് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നല്ലത്. CPM ആണോ എന്നും സംശയമാണ്. CPM ആണോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ സ്ഥാനത്ത് വന്ന് മന്ത്രിയായെങ്കിൽ അത് വെറുതെ അല്ല. അത് വളരെ കൃത്യമായിട്ട് ഒരു മതവിഭാഗത്തിൻ്റെ വോട്ടും പിന്തുണയുമാണ് അതിന് കാരണം. ആ മതവിഭാഗം ഒന്നടങ്കം ഈ സർക്കാരിനെ പിന്തുണയ്ക്കുകയും ഈ സർക്കാരുമായിട്ട് വളരെ ചേർന്ന് പോവുകയും ചെയ്തതുകൊണ്ടാണ് വീണയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. വളരെ കൃത്യമാണ്. വീണ പ്രതിനിധാനം ചെയ്യുന്ന ആ മതവിഭാഗത്തിൻ്റെ ആ സഭയുടെ ഒരു ഉന്നത പദവി അലങ്കരിക്കുന്ന ആളാണ് വീണയുടെ ഭർത്താവ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മതപരമായ പിന്തുണ വീണയ്ക്ക് കിട്ടി, സർക്കാരിന് കിട്ടി എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയാണ് മെറിറ്റ് നോക്കാതെ വീണയ്ക്ക് ഈ മന്ത്രി പദവി കൊടുത്തത്. ഒരു മന്ത്രിയായിരിക്കുക, ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് അത് നടപ്പാക്കുക. ഇത് നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കേണ്ടത് മന്ത്രിയാണ്, വകുപ്പ് മന്ത്രിയാണ്. ആ വകുപ്പ് മന്ത്രി ഇപ്പോൾ ആ മന്ത്രിയുടെ ഇത്രയും മോശം മന്ത്രിയുടെ
രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോൾ തെരുവിലാണ്. മുഖ്യമന്ത്രി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുമോ, അതോ ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മതവിഭാഗത്തെ ഭയപ്പെട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമോ ഈ മന്ത്രിയെ? ഇപ്പോൾ ഈ മന്ത്രിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ഈ ആക്ഷേപങ്ങളും ഈ കുറ്റപ്പെടുത്തലുകളും എല്ലാം എന്തായാലും ഈ കോട്ടയത്തെ ദാരുണമായ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല, ഒളിച്ചോടാനാകില്ല. പലതരത്തിലുള്ള വീഴ്ചകൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിട്ട് അത് സമയത്തിന് ഉദ്ഘാടനം ചെയ്യാതെ വൈകിപ്പിച്ചു എന്നുള്ളത്, അവിടെയൊക്കെ മന്ത്രി സമാധാനം പറയേണ്ടി വരും. ഇപ്പോൾ നേട്ടങ്ങളുടെ പട്ടിക നിരത്തി അതിൻ്റെ എല്ലാ അവകാശം തട്ടിയെടുക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടങ്ങളുടെ അവകാശവും അവരുടെ പുറത്ത് തന്നെ വെച്ചു കൊടുക്കേണ്ടതല്ലേ? അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? നേട്ടങ്ങളെല്ലാം എനിക്ക് സ്വന്തം. ഈ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളിലാണ് അവർ, അത് നമ്മുടെ പാരമ്പര്യമായി ലഭിച്ചതാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമായാലും. ഇപ്പോൾ അവരുടെ പ്രസ്താവന കേട്ടാൽ തോന്നും 2026 ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 16 ശേഷം. അതെ, 2016 ശേഷമാണ് ഈ സംഭവിക്കുന്നതെന്നാണ് അവരുടെ പ്രസ്താവനകൾ കണ്ടു തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇതെല്ലാം PR വർക്കല്ലേ? ഈ പറയുന്നത് പോലെ കേരളം നമ്പർ 1 ആണോ? കേരളം എവിടെ നിൽക്കുന്നു? സാമ്പത്തികമായിട്ട് പൊളിഞ്ഞ് അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലും കടത്തിലും മുഴുക്കടത്തിലാണ് കേരളം നിലകൊള്ളുന്നത്. ഈ കേരളത്തിൽ ഈ ആരോഗ്യവകുപ്പ് അടക്കം വിദ്യാഭ്യാസ വകുപ്പ് അടക്കം നേരിടുന്ന പ്രതിസന്ധി എന്താണ്? പണമില്ലായ്മയാണ്. പണമില്ല ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യാൻ. ഇത് ചലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അതിന് പണം വേണ്ടേ? ഇവിടെ ശമ്പളം കൊടുക്കാൻ കടം വാങ്ങിക്കുന്ന അവസ്ഥയാണ് സർക്കാരിന്. അങ്ങനെയുള്ളൊരു നാട്ടിൽ, അങ്ങനെയുള്ളൊരു ഭരണകൂടത്തിന് എന്ത് വികസന പ്രവർത്തനമാണ് കാഴ്ചവെക്കാൻ സാധിക്കുക? ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് പോലും അത് ഭംഗം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കൊടിയ പ്രശ്നങ്ങളിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും PR വർക്ക് വളരെ ക്ലിയറാണ്. ആ PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തിരിക്കുന്നു സർക്കാർ. മുഖ്യമന്ത്രിയുടെ PR വർക്ക് മരുമകനുമായി മാത്രം ബന്ധപ്പെട്ടല്ലേ? അല്ല, എല്ലാവരുമായി മരുമകനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടല്ല. ഈ സർക്കാരിൽ മൊത്തം PR വർക്കാണ്. ഏത് മന്ത്രിക്ക് വേണ്ടിയും ഈ PR വർക്ക് നടക്കുന്നു. കാരണം സർക്കാരെന്ന് പറഞ്ഞാൽ മരുമകനും അമ്മായിയപ്പനും മാത്രമല്ലല്ലോ, വേറെയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇല്ലേ? അവരെല്ലാവരും ഒത്തുചേർന്നതാണ് സർക്കാർ. അപ്പോൾ ആ സർക്കാരിനെ വെളുപ്പിച്ച് വെള്ളപൂശി നിർത്തേണ്ടത് ഇവരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ PR വർക്ക്. അതിൽ നായകൻ ഏറ്റവും കൂടുതൽ, കപ്പിത്താൻ ഏറ്റവും കൂടുതൽ സുന്ദരനായി പിന്നെ നല്ല വെളുപ്പിച്ച് നിർത്തും അല്ലേ? ഇവിടെ അത് തന്നെയാണ്. ക്യാപ്റ്റനെ വെളുപ്പിച്ച് അവസാനം ഈ എന്താ പറയണ്ടേ, മുഴുവൻ അങ്ങ് വെളുത്തുപോയി. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇന്ന് കേരളം വന്നെത്തി നിൽക്കുന്നത്. ഇവിടെ ഈ വീണ ജോർജിൻ്റെ കാര്യം പറഞ്ഞാൽ, വീണയ്ക്ക് മന്ത്രിയായിരുന്ന് വേണ്ടത്ര അനുഭവ സമ്പത്തോ അനുഭവ പരിചയമോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 5 വർഷം MLA ആയിരുന്ന ഒരാളിന് ആ ഒരു പരിചയം വെച്ച് മന്ത്രിയായിട്ട് തിളങ്ങാൻ സാധിക്കും? ഇതൊക്കെ പിന്നെ ചില ബോൺ ടാലൻ്റാണ്, ജന്മസിദ്ധമായ ചില കഴിവുകളുണ്ട് ചിലർക്ക്. ഇപ്പം അങ്ങനെ വന്ന ആൾക്കാർ പലരുണ്ട്. K. കരുണാകരൻ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ കടന്നു വന്ന് വളരെ പെട്ടെന്ന് തന്നെ ജയിച്ച് MLA ആയി, മന്ത്രിയായി, അദ്ദേഹം ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ആയി. അദ്ദേഹം നല്ലവണ്ണം തിളങ്ങിയ ഒരാളാണ്. പറയുന്നത് പോലെ പലരും, ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും നല്ല വൈദ്യുതി മന്ത്രിയാണെന്ന് പേര് കേട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ പവർ കട്ടുകൾ ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിച്ചത്. പിന്നീടാണ് പവർ കട്ട് ഇല്ലാതായത് നമ്മുടെ നാട്ടിൽ. അതൊക്കെ ചരിത്രത്തിൽ അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ വീണ ജോർജിന് ഈ പറയുന്നത് പോലെ അങ്ങനൊരു ടാലൻ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ആരോഗ്യവകുപ്പ് ഇത്രയും പിന്നിലേക്ക് പോയി? എന്താണ് ഈ ആരോഗ്യവകുപ്പ് നേരിടുന്ന പ്രശ്നം? ഈ പണമില്ലായ്മ മാത്രമാണോ? അതോ ഈ പറയുന്നത് പോലെ ബ്യൂറോക്രസി പരാജയപ്പെട്ടോ? സമയത്തിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വീഴ്ചകൾ വരുത്തി ഉദ്യോഗസ്ഥന്മാർ ഇത് കുളമാക്കിയതാണ്. പൊതുവേ നമുക്കറിയാം, ലക്ഷക്കണക്കിന് ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ അത് തുറന്നു സമ്മതിച്ചു. ഇത്തരത്തിൽ ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികതയുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം പറയുകയാണ്, ഇത്രയും ഫയലുകൾ അദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവിൽ ഇത്രയും ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ് നടന്നത്? ഭരണമല്ലേ നടന്നത്? ഇവരെന്ത് ചെയ്യുകയായിരുന്നു? ഈ സർക്കാർ അതിന് മറുപടി പറയേണ്ടതല്ലേ? അതുപോലെ തന്നെയാണ് വീണയ്ക്ക് സംഭവിച്ച വീഴ്ചകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ വീണയെ മറയാക്കി ആരെങ്കിലും ഇതിനകത്ത് കളിച്ചോ?
ഇത് വീണയെ മറയാക്കി ആരെങ്കിലും മുതലെടുത്തിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. അത് അവിടെ ഒളിച്ചോടിയിട്ട് കാര്യമില്ല, ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ ഈ സ്ഥാനം ഒഴിഞ്ഞിട്ട് മറ്റാരെങ്കിലും കൊള്ളാവുന്ന ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് സലാം പറഞ്ഞ് മടങ്ങണം. ഇനി ഒരവസരം ഈ സർക്കാരിനും വീണയ്ക്കുമൊക്കെ ജനങ്ങൾ കൊടുക്കുമോ എന്ന് സംശയമുണ്ട്.